ഗൈസ്, GTC എക്സ്പ്രസിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് നാഗർകോയിൽ ജംഗ്ഷനിലാണ്. നാഗർകോയിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ, പ്ലാറ്റ്ഫോം നമ്പർ 1. നമ്മുടെ പാസഞ്ചർ സീരീസിലെ അടുത്ത എപ്പിസോഡാണിത്. നമ്മൾ കയറുന്ന ട്രെയിൻ ഏതാണെന്ന് വെച്ചാൽ നാഗർകോയിൽ കൊല്ലം പാസഞ്ചർ. ഈ വണ്ടിയിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ ഇതിലെ തിരക്കും കാര്യങ്ങളും എവിടെയൊക്കെ നിർത്തും എപ്പോഴൊക്കെ എത്തും എന്നുള്ളൊരു കാര്യം ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കൊല്ലം വരെ യാത്ര ചെയ്യുന്നുണ്ട്. സമയം 6:25 വണ്ടി നാഗർകോയിൽ നിന്ന് എടുക്കാം. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് പ്രൈസ് ഒന്നും ഒരാൾക്ക് 35 രൂപ. നാഗർകോയിൽ നിന്ന് കൊല്ലം വരെ ഒരാൾക്ക് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 35 രൂപയാണ് ടിക്കറ്റിന്. ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, കാണിച്ചു തരാം. ഇതാണ് ഈ വണ്ടിയുടെ നമ്പർ. നാഗർകോയിൽ കൊല്ലം ജംഗ്ഷൻ വരെ ഓടുന്ന പാസഞ്ചറിന്റെ നമ്പർ എന്ന് വെച്ചാൽ 56102. അതേപോലെ തന്നെ ഇപ്പത്തൊന്ന് കാണാം കോയമ്പത്തൂർ നാഗർകോയിൽ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് ഈ വണ്ടി ഓടും. അപ്പോൾ അതിന്റെ റേറ്റ് ഷെയറിംഗ് ആണ് സത്യം പറഞ്ഞാൽ ഈ പാസഞ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ S1 കാണാം, സ്ലീപ്പർ കോച്ചാണ്. അപ്പൊ ഈ പാസഞ്ചർ ആയിട്ട് ഓടുമ്പോഴേക്ക് ഈ സ്ലീപ്പർ കോച്ച് കയറാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. AC അവർ അടച്ചിട്ടുണ്ടാവും പാസഞ്ചർ ആയിട്ട് ഓടുമ്പോൾ. അപ്പോൾ ജനറലിലും സ്ലീപ്പറിലും കയറാനും കുഴപ്പമില്ല. ജനറലിൽ ഓട്ടോമാറ്റിക്കലി പാസഞ്ചർ തന്നെയാണ് കയറാം, സ്ലീപ്പർ കോച്ചിൽ കയറുന്നതിലും കുഴപ്പമില്ല. ഇതാണ് സ്ലീപ്പർ കോച്ചിന്റെ അവസ്ഥ. ആരുമില്ല, നാഗർകോയിൽ നിന്ന് ആരുമില്ല. ഇത് S1 കോച്ചാണ്. പയ്യെ ആൾക്കാർ കയറുമായിരിക്കും. ഏതായാലും ഇത് ഈ ട്രെയിൻ കണ്ടിട്ട് ആരും സ്ലീപ്പറിനുണ്ട് കയറാണ്ടിരിക്കണ്ട. ഇത് നാഗർകോയിൽ കൊല്ലം പാസഞ്ചറായിട്ട് ഓടുമ്പോൾ ഇതെല്ലാ കോച്ചിലും കയറാം. AC വെച്ച് ഏത് കോച്ചിലും വേണമെങ്കിലും കയറാം. AC കയറാൻ പറ്റില്ല, അവർ അടച്ചിട്ടേക്കായിരിക്കും. അപ്പോൾ ഇത് കണ്ടിട്ട് സ്ലീപ്പർ കണ്ടിട്ട് ജനറലിൽ പോയി കയറാൻ നിൽക്കണ്ട, സ്ലീപ്പറിൽ കയറാൻ കുഴപ്പമില്ല. സമയം 6:28. 6:25 ഇവിടുന്ന് വിടേണ്ട ടൈം. എന്താണെന്ന് അറിയില്ല. സിഗ്നൽ വീണ് ഇപ്പം എടുക്കും. छत्रपति शिवाजी महाराज टर्मिनस एक्सप्रेस will depart on the 6 hours 45 minutes from platform number 2. निर्धारित समय 6:58 मिनट पर प्लेटफॉर्म क्रमांक 2 से जाएगी. ഈ ട്രെയിനിലെ ഫസ്റ്റ് സ്റ്റോപ്പ് നാഗർകോയിൽ ടൗൺ എത്തി. ടൗണിൽ അത്യാവശ്യം തിരക്ക് കാണുന്നുണ്ട്, കുറച്ച് തിരക്കുണ്ട്. ഇപ്പോൾ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നില്ലേ, അവിടെ നമ്മുടെ നാട്ടിൽ നിന്നൊരു വണ്ടി വരുന്നുണ്ട്, ഗുരുവായൂർ ചെന്നൈക്ക് പോണ വണ്ടി. ഈ പറഞ്ഞ പോലെ തിരുനെൽവേലി സൈഡിലേക്ക് പോകണോണ്ട് നമ്മൾ നേരത്തെ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നാഗർകോയിൽ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ലൈൻ കാണുന്നുണ്ടായി വളഞ്ഞിട്ട്. അത് തിരുനെൽവേലി സൈഡിലേക്ക് കൊണ്ട ലൈൻ. അപ്പോൾ കുറേ വണ്ടികൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് തിരുനെൽവേലി പോണ വണ്ടികളാണെങ്കിൽ നാഗർകോയിൽ ജംഗ്ഷൻ കയറാണ്, നാഗർകോയിൽ ടൗൺ വഴിയായിരിക്കും പോകും. അപ്പോൾ ടൗണിലേക്കും മിക്ക വണ്ടിക്ക് സ്റ്റോപ്പ് ഉണ്ടാവുക, മിക്ക വണ്ടിക്ക് ജംഗ്ഷനിൽ സ്റ്റോപ്പ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു വണ്ടി ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, നമ്മുടെ ഗുരുവായൂർ ചെന്നൈ എക്സ്പ്രസ്. ആണ് ആൾക്കാരെല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്.
അത്യാവശ്യം ഇവിടെ നിന്നാണ് തിരക്കൊക്കെ കൂട്ടുന്നതെന്ന് തോന്നണം. നമ്മുടെ കോച്ചിൽ ഇപ്പോൾ നമ്മുടെ സീറ്റിൻ്റെ ഏരിയ മാത്രം, ഇപ്പോൾ ഈ ഒരു ഏരിയ മാത്രം തിരക്കില്ല. അതിന് ബാക്കി എല്ലാവരും ഇരിക്കുകയാണ്. ഇപ്പോൾ പുളിച്ചോറ് എത്തിയപ്പോഴേക്കും അത്യാവശ്യം ജനങ്ങളൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചുവേളിയിൽ നിന്നൊരു വണ്ടി വരുന്നുണ്ട് നാഗർകോവിലേക്ക് പാസത്തിൽ. അതിന് വന്നിട്ട് നമുക്ക് പോകാൻ പറ്റും. അത് സിംഗിൾ ലൈൻ ആയതുകൊണ്ട് അതിൻ്റെ അനൗൺസ്മെൻ്റാണ് ഇപ്പോൾ നടക്കുന്നത്. ട്രിവാൻഡ്രത്തിനടുത്ത് കൊച്ച് നാഗർകോവിൽ വണ്ടി പാസഞ്ചർ വന്നു, അത് ആദ്യം എടുത്തു, നമ്മൾ ഇട്ടില്ല. അപ്പോൾ ഈ വണ്ടി ഏതാണെന്ന് വെച്ചാൽ ഇത് റൈറ്റ് ഷെയറിങ് കാണിച്ചു തരാം. കണ്ടത് നമ്മുടെ നിലമ്പൂർ ട്രിവാൻഡ്രം കൊച്ചുവേളി രാജറാണി എക്സ്പ്രസിൻ്റെ റേറ്റാണ്. അപ്പോൾ ഇത് ഇന്നലെ രാത്രി നമ്മുടെ നിലമ്പൂരിൽ നിർത്തിട്ട് വെളുപ്പിനെ ട്രിവാൻഡ്രത്തെത്തി. അപ്പോൾ ആ വെളുപ്പിനെത്തിയ വണ്ടി തന്നെയാണ് ഇവർ നാഗർകോവിലേക്ക് പാസഞ്ചറായിട്ട് ഓടിക്കുന്നത്. വണ്ടി പാറശാല വിട്ട് പാറശാലയിൽ നിന്ന് വണ്ടി ഫുള്ളായി. അത്യാവശ്യം ആൾക്കാർ പാറശാലയിൽ നിന്ന് കയറി. ഉള്ളിൽ മൊത്തം പാസഞ്ചേഴ്സ് അതുകൊണ്ട് കാണിക്കാൻ വയ്യ. വണ്ടി പാറശാല വിട്ടു. ഇപ്പോൾ കേരളത്തിലെ ഫസ്റ്റ് സ്റ്റോപ്പാണ്. ഇപ്പോൾ നാഗർകോവിൽ സൈഡിൽ വരുമ്പോൾ കേരളത്തിലെ ഫസ്റ്റ് സ്റ്റോപ്പാണ് പാറശാല. പാറശാലയിൽ നിന്ന് അത്യാവശ്യം ആൾക്കാർ കയറി. ഇനി അങ്ങോട്ട് തിരക്ക് കൂടുവാനാണ് ചാൻസ്. ഇവിടുന്ന് ആൾക്കാർ അത്യാവശ്യം കയറാനുണ്ട്. കഴിഞ്ഞ സ്റ്റോപ്പായ ധനുഷ്പുരത്തു നിന്നല്ല അത്യാവശ്യം ആൾക്കാർ കയറി. ഈ തിരക്കിൽ ട്രിവാൻഡ്രത്ത് ഇറങ്ങുമോ അതോ അത് കഴിഞ്ഞ് പോകുന്ന അറിയില്ല. ട്രിവാൻഡ്രത്തിൽ സെറ്റ് ആൾക്കാർ ഇറങ്ങുമായിരിക്കും. ഈ സ്റ്റേഷൻ ബ്ലാക്ക് ബജർ നമ്മളുടെ കോച്ചിങ്ങും സ്റ്റേഷനിലേക്ക് ബ്ലാക്ക് ബജർ കയറിയിട്ടില്ല.
സ്റ്റോപ്പ് എത്തി നെയ്യാറ്റിൻകര. നല്ല തിരക്ക് കാണുന്നുണ്ട്. പ്ലാറ്റ്ഫോം അപ്പുറത്താണെങ്കിലും ഇപ്പോഴത്തെ പ്ലാറ്റ്ഫോമിൽ ആൾക്കാർ ക്രോസ് ചെയ്ത് ട്രാക്കിൽ നിൽപ്പുണ്ട്. നല്ല തിരക്കുണ്ടാവും. ഇപ്പോഴേ ട്രെയിൻ ഫുള്ളായി. എല്ലാ സീറ്റിലും ഇരുന്ന് പിന്നെ സ്ലീപ്പർ കോച്ചായിട്ടും ഈ പറഞ്ഞ പോലെ മേളിലും കയറി കിടന്നുറങ്ങി. ഇനിയിപ്പോൾ ഈ ട്രെയിനിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, നോക്കാം. ഇന്നലെ വരേണ്ടതായിരുന്നു, ഹർത്താലായതുകൊണ്ടാണ്. സമയം 8:49. ഈ കിടക്കുന്നത് രാവിലെ വന്ന മലബാർ എക്സ്പ്രസ്സാണ്. എന്ന് വെച്ചാൽ മംഗലപുരത്ത് നിന്ന് കോട്ടയം നമ്മൾ വണ്ടി എടുത്ത്. അപ്പോൾ ട്രിവാൻഡ്രത്ത് അത്യാവശ്യം ഇറങ്ങി. പക്ഷെ എന്ന് വെച്ചിട്ട് കുറച്ച് തിരക്ക് പറഞ്ഞിട്ടില്ല. കാരണം പാലക്കാട് മീറ്റിങ്ങിൽ അവിടെ നിന്നൊക്കെ നല്ല ആൾക്കാർ കയറിയിട്ട് സ്റ്റാൻഡിങ്ങിൽ നിൽക്കുക ആൾക്കാർ. അപ്പോൾ ഇപ്പോൾ കോച്ചിൽ തിരക്കുണ്ട്, നിൽക്കുന്ന. പക്ഷേ നമുക്ക് വലിയ സ്റ്റോപ്പുകൾ ഇറങ്ങും. പിന്നെ കാര്യം ഏത് സ്റ്റോപ്പ് കയറുമെന്ന് അറിയില്ല. കൊല്ലത്താണല്ലോ. അപ്പോൾ കൊല്ലം ട്രിവാൻഡ്രത്തിനിടയിലുള്ള സ്റ്റോപ്പുകളിലേക്കുള്ള ആൾക്കാരേക്ക് ഇതിൽ കൂടുതലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തിരക്കും കുറവായിരിക്കും നേരത്തെ തന്നെ അപേക്ഷിച്ച്. പ്രതീക്ഷിക്കാം ട്രിവാൻഡ്രത്ത് ഇന്നിപ്പോൾ അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഇനി നമ്മൾ 4-ലാണ് കയറിയത്. 3-ൽ നേത്രാവതി കിടപ്പുണ്ടത്. ഇപ്പോൾ എടുക്കും 9:15 ടൈം ആലപ്പുഴ വഴി. അപ്പോൾ നമ്മൾ അതിന് പോസിറ്റീവ് കൊടുക്കുമെന്ന് അറിയില്ല. ഒടുകരിയാണ് നമ്മൾ അത്യാവശ്യം ലേറ്റാണ്. പിന്നെ അത് വെട്ടിച്ച് പോകുമെന്ന് നമുക്ക് നോക്കാം. ഓട്ടേക്ക് നോക്കാം. ആക്സസ് കുറവാണ്. നമ്മൾ ട്രിവാൻഡ്രത്ത് നിർത്തും.
കൊച്ചുവേളി എത്തി. കൂടുതൽ ആൾക്കാർ ഈ സൈഡിലാണ്. കൊച്ചുവേളി എത്തി. പ്ലാറ്റ്ഫോം ആ സൈഡാണ്, പ്ലാറ്റ്ഫോം നമ്പർ 1. പക്ഷെ എല്ലാവരും ഇവിടെയാണ് ഇറങ്ങിയത്. ഇപ്പുറത്ത് കണ്ട മിക്ക ആൾക്കാരും ഇപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ആ സൈഡ് ഇറങ്ങി. കാരണം കൊച്ചുവേളിയിൽ പ്ലാറ്റ്ഫോം നമ്പർ 6 ആണ് മെയിൻ എൻട്രൻസ് ആയിട്ട് വരാം 1-നേക്കാളും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടാവുക. അങ്ങനെ ടൗണിൽ നിന്ന് എടുത്തു. അങ്ങനെ കൊച്ചുവേളി എടുത്ത്. കൊച്ചുവേളിയിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്ലാറ്റ്ഫോം നമ്പർ 6 ആണ് മെയിൻ. അവിടെ നിന്നാണ് മെയിൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനൊക്കെ അവിടെ നിന്ന് തുടങ്ങുള്ളൂ. ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോം നമ്പർ 1-ലും 2-ലും ഈ പറഞ്ഞ പോലെ പാസഞ്ചേഴ്സൊക്കെ നിർത്താം. പിന്നെ ഈ റൂട്ടിലോട്ട വണ്ടികളൊക്കെ ഇവിടേക്ക് നിർത്താം. അങ്ങനെ കഴക്കൂട്ടത്ത് നിന്ന് എടുത്ത്. കഴക്കൂട്ടം അത്യാവശ്യം എല്ലാവരും ഇറങ്ങി. കഴക്കൂട്ടത്ത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ട്രെയിനിൽ അത്യാവശ്യം ഇറങ്ങിക്കൊണ്ട് തന്നെ ഇപ്പോൾ ട്രെയിൻ ഫ്രീ ആയിട്ടുണ്ട്. ഇപ്പോൾ കഴക്കൂട്ടത്ത് ഈ 3-ാം പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന വണ്ടി എന്ന് വെച്ചാൽ അമൃത എക്സ്പ്രസ്സാണ്. നമ്മുടെ രാമേശ്വരം ട്രിവാൻഡ്രം. അപ്പോൾ അതിനിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് എത്താതായിരിക്കാം. അമൃത എക്സ്പ്രസ് രാവിലെ 5 മണിക്ക് എന്തോളം ട്രിവാൻഡ്രത്ത്. അപ്പോൾ കഴക്കൂട്ടത്ത് നമ്മൾ വിട്ട്. അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഈ പാസഞ്ചർ ട്രെയിനിൽ പാറശാല മുതലാണ് തിരക്ക് കയറിയത്. പാറശാലയിൽ നിന്നാണ് ആൾക്കാർ കൂടുതൽ കയറിയിട്ട് ട്രെയിൻ ഫുള്ളായിരുന്നു. അപ്പോൾ ഈ പാസഞ്ചർ ട്രെയിനിൽ എപ്പോഴും തിരക്ക് പല മീൻസ് പാറശാല മുതൽ കഴക്കൂട്ടം വരെ. അപ്പോൾ കഴക്കൂട്ടത്ത് അത്യാവശ്യം എല്ലാവരും ഇറങ്ങി. പണ്ടത്തെ ഇറങ്ങി. എന്നാലും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങിയപ്പോഴും കഴക്കൂട്ടമായിരുന്നു. അപ്പോൾ മലമ്പുറം ട്രിവാൻഡ്രം ഓർത്ത് നമ്മുടെ കൊച്ചുവേളി. അപ്പോൾ ഈ ട്രെയിനിലപ്പോൾ പാറശാല മുതൽ കഴക്കൂട്ടം വരെയാണ് തിരക്ക്. വരെ പോകുന്ന പാസഞ്ചർ 2-ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നിരിക്കുന്നു. കടക്കാവൂർ കഴിഞ്ഞ് ഇപ്പോൾ ട്രെയിൻ അങ്ങനെ ആരും ഇല്ല. അത്യാവശ്യം എല്ലാവരും ഇറങ്ങി.
ഇനിയിപ്പോ അടുത്ത സ്റ്റോപ്പ് ഏതാണ്? അടുത്ത വർക്കല. അവിടെ അത്യാവശ്യം ഇനിയിപ്പോൾ അങ്ങോട്ട് വണ്ടി തിരക്കില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാറശാലയിൽ നിന്ന് തിരക്കാണ് ട്രെയിനിൽ. പിന്നെ അത് കഴക്കൂട്ടായപ്പോഴേക്കും എല്ലാവരും ഇറങ്ങി. കഴക്കൂട്ടായപ്പോഴേക്കും എല്ലാവരും ഇറങ്ങി. പിന്നെ അവിടെ ട്രെയിൻ ഫ്രീ ആയി. പിന്നെ ഇതിൽ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞല്ലോ, മറ്റേ വണ്ടീനെ റേക്ക് ഷെയറിങ് അത് കുറേ പേര് സ്ലീപ്പറിൽ കയറിയിട്ട് അവർ റിസർവേഷൻ വെച്ച് മാറി കയറുന്ന ഒരു സാധനം കണ്ട്. അതായത് സ്ലീപ്പറിൽ കയറിയിട്ട് ബ്രോ എന്താണ് ജനറല് ബാക്കിലേക്ക് ഇനി എന്തോരം ഉണ്ടെന്നൊക്കെ ചോദിച്ചൊക്കെ പോകണുണ്ട്. പക്ഷേ അവര് പറഞ്ഞ പോലെ ഇത് ജനറലാണെന്ന്. പക്ഷെ അതറിയാത്ത കുറേ പേരുണ്ട്. അപ്പോൾ ഈ നാഗർകോവിൽ കൊല്ലം ബസ് നോക്കാം, നേരെ സ്ലീപ്പറിലാണെങ്കിൽ കയറാം എന്ന് തന്നെയാണ്. നമ്മളെ എ സി കമ്പാർട്ട്മെൻറ്റ് വെച്ചിട്ടുണ്ട്. കോച്ചിനുള്ളിൽ കയറാം. ഹലോ, വർക്കലെത്തിയിട്ട് കുറച്ച് നേരമായി. എടുത്തിട്ടില്ല വണ്ടി. എന്താണെന്ന് അറിയില്ല. നമ്മുടെ പുറകിൽ നേത്രാവതി തന്നെയുണ്ട്. അങ്ങനെ കയറ്റി വിടുമെന്ന് അറിയില്ല. ഇപ്പം വർക്കല നമുക്കും നേത്രാവതിക്ക് സ്റ്റോപ്പ് ഉണ്ട്. നമ്മളിപ്പോൾ 1-ാം പ്ലാറ്റ്ഫോമിൽ കിടക്കും. നമ്മൾ പോയാൽ അത് കയറോളം തോന്നുന്നു. മുന്നിൽ വല്ല വണ്ടി കിടക്കണോണ്ടാണോ എന്നറിയില്ല. വർക്കല കുറച്ച് നേരമായി എടുത്തിട്ടില്ല ഇതിൽ. ഇത് ലേറ്റ് ആവുകയാണെങ്കിൽ ഇനിയിപ്പോൾ നേത്രാവതിൻ്റെ പുറകിൽ ഓടിക്കുകയാണെങ്കിൽ നേത്രാവതി ലേറ്റ് ആവും. എന്താണ് കണ്ടറിയാം. ഏതായാലും വർക്കലയിൽ നിന്ന് വണ്ടി എടുത്തിട്ടില്ല. അത് ട്രിവാൻഡ്രം സൈഡാണ്. അവിടെ നിന്നാണ് നേത്രാവതി വന്നത്. അപ്പോൾ ഇതുവരെ വന്നിട്ടില്ല. വർക്കല ശിവഗിരി എത്തിയിട്ട് കുറച്ച് സമയമായി. ഇതുവരെ വണ്ടി എടുത്തിട്ടില്ല. അത്യാവശ്യം ലേറ്റാണ്. ഇപ്പോൾ ഇവിടെ തന്നെയാണെങ്കിലും വർക്കലയിലെത്തിയപ്പോൾ കുറേ പേര് ഈ പറഞ്ഞ പോലെ സ്ലീപ്പർ കോച്ചിൻ്റെ അവിടെ അവർ സ്റ്റേഷനിൽ നിൽക്കണതാണ് ഈ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്ലീപ്പർ കോച്ച് അവരുടെ അടുത്തെത്തിയിട്ടും അവരതിൽ കയറാണ്ട് പുറകിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക. കാരണം കുറേ പേര് വിഷയം സ്ലീപ്പർ ഇതില്ലാതെ റിസർവേഷൻ ഉണ്ടെന്നാണ്. അതുകൊണ്ട് എന്താണ് എല്ലാവരും ജനറലിലേക്ക് ഓടി. ഈ ജനറൽ കോച്ചിൽ കൊടുക്കുക തിരക്കുണ്ടാകും പുറകിൽ. എല്ലാം ഇവിടെ സ്ലീപ്പറിൽ തിരക്കില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ സ്റ്റോപ്പുകളിലൊക്കെ ഇറങ്ങി തിരക്ക് വളരെ കുറവാണ്. വർക്കിൽ നിന്ന് അത്യാവശ്യം ആൾക്കാർ കയറി. പക്ഷെ അവരാരും സ്ലീപ്പറിൽ കയറിയില്ല. ജനറലിലേക്കാണ് കയറിയത് കൂടുതലും. സ്ലീപ്പർ കുറച്ചൊരു ഇത് അറിയാവുന്നത് സ്ലീപ്പറിൽ കയറിയത്. വർക്കെല്ലാം അത്യാവശ്യം വണ്ടി നിർത്തിയിട്ടേക്കാണ്. എന്താണെന്നറിയില്ല. നമ്മുടെ പുറകെ നേത്രാവതി വരാനുണ്ട് ട്രിവാൻഡ്രം സൈഡിൽ നിന്ന്. പക്ഷെ നേത്രാവതി വരികയാണെങ്കിൽ നേത്രാവതിക്ക് വർക്കല സ്റ്റോപ്പ് ഉണ്ട്. അപ്പം എങ്ങനെയാണെന്ന് അറിയില്ല. ഇനി അത് വന്നിട്ട് ഇനി നമ്മൾ വിടുകയുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ വിടുമോ? ഇനി നമ്മുടെ മുന്നിൽ വല്ല വണ്ടി കിടക്കണമെന്ന് അറിയില്ല. വണ്ടിയുടെ അനക്കമില്ല. നമുക്ക് 2 സ്റ്റോപ്പാണ് ഇനി കൊല്ലത്തിനുള്ളൂ. പരവൂറും പിന്നെ മയ്യനാടും. ഇത് രണ്ടും കഴിഞ്ഞാൽ നേരെ കൊല്ലം ജംഗ്ഷൻ. പക്ഷെ ഇതുവരെ എന്താ എടുക്കാത്തതെന്ന് അറിയില്ല. കുറച്ചധികം നേരമായി. നേത്രാവതി കയറി പോവോ? നേത്രാവതി കയറാണെങ്കിലും എവിടെ നിർത്തും? എനിക്ക് വന്ന് നേത്രാവതിയും പിടിച്ചതാണ് ചാൻസ്. നേത്രാവതി പിടിച്ചിരുന്നു പറഞ്ഞിട്ട് ഏതോ വണ്ടി പുറകിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ. നോക്കട്ടെ. എനിക്ക് വേണം ഇത് കയറിപ്പോകാൻ വേണ്ടി നമ്മൾ പിടിച്ചിട്ട്. എനിക്ക് വേണം ഈ വണ്ടി ലേറ്റാണ്. ഈ ടൈമിന് ഈ ഏരിയയിലേക്ക് വേറെ വണ്ടി ഇല്ല. നോക്കട്ടെ. ഇപ്പോൾ പോയ വണ്ടി ഏതാണെന്ന് വെച്ചാൽ
നമ്മുടെ ട്രിവാൻഡ്രം നോർത്ത് അമൃത്സർ എക്സ്പ്രസ് ആയിരുന്നു. ഞാൻ അറിഞ്ഞില്ല ഇന്ന് ബുധനാഴ്ച ഉള്ളത്, ബുധനാഴ്ച മാത്രം ഓടുന്ന വണ്ടി. അപ്പോൾ ആ വണ്ടി ആലപ്പുഴ വഴിയുള്ള വണ്ടിയാണ്. അപ്പോൾ അത് കയറിപ്പോയത്. അത് 10:05 കൊല്ലം എത്തേണ്ടത്. ഇപ്പോൾ സമയം 9:56. അതുകൊണ്ട് അതിനെ കയറ്റി വിട്ട്. കുഴപ്പമില്ല, നേത്രാവതി നമ്മുടെ പുറകെ പിടിച്ച് വരും. ഇപ്പോൾ നമുക്ക് അടുത്ത സ്റ്റോപ്പ് പരവൂർ, അത് കഴിഞ്ഞ് മയ്യനാട്, പിന്നെ കൊല്ലം. അപ്പോൾ മിക്കവാറും കൊല്ലത് നമ്മൾ തന്നെ ആദ്യം എത്താം. നേത്രാവതിനെ കയറ്റി വിടാൻ ചാൻസ് ഇല്ല. അത് നമ്മുടെ ഒപ്പം നിന്ന് അത് ലാഗടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഇപ്പോൾ പോയ വണ്ടിക്ക് വേണ്ടി ചിലപ്പോൾ നേത്രാവതി എവിടെയെങ്കിലുമൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നേത്രാവതി 9:15 ഇല്ല, നേത്രാവതി പിടിച്ചിട്ടില്ല. കാരണം നേത്രാവതി 9:15 ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് എടുക്കുന്നത്. ഇപ്പോൾ പോയ വണ്ടി 9:10 ടൗൺ അല്ല, സോറി, കൊച്ചുവേലിയിൽ നിർത്തുക. അതുകൊണ്ട് നേത്രാവതി നമ്മുടെ പുറകിൽ പയ്യെ വരും. ഏതായാലും ഈ വണ്ടി പരവൂർ പാസ് ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പോൾ പോയ വണ്ടി പരവൂർ പാസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് സിഗ്നൽ കിട്ടും. അപ്പോൾ ഇപ്പോൾ തന്നെ വണ്ടി എടുക്കും, നമുക്ക് നോക്കാം. शिवगिरी स्टेशन प्लेटफॉर्म नंबर 1 पर आएगी. Your attention please. Train number 16346 Trivandrum Lokmanya Tilak Express via Alapur Shannur will arrive shortly on Varkala Shivagiri station. Platform number 1.
ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 4 ട്രെയിൻ നമ്പർ